ത്യാഗപൂർവം ഭോഗിക്കുന്നതിനെ സംബന്ധിച്ച് നിരവധി മന്ത്രങ്ങൾ വേദങ്ങളിൽ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണ്ടത്. ഋഗ്വേദത്തിൽ തന്നെ മനോഹരമായൊരു സൂക്തം തന്നെയുണ്ട്, ദാനസൂക്തം എന്നാണ് ആ സൂക്തത്തെ പറ്റി പറയുന്നത്. നാവാ ഉദേവാഹ ക്ഷുധമിദ്വധം ദദുരുതാശിതമുപ ഗച്ഛന്തി മൃത്യവഃ ഉതോ രയി പ്രണതോ നോപ ദസ്യത്യുതാ പ്രണമർഡിതാരം നവിന്ദതേ എന്നുള്ള ഒരു മന്ത്രം. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ 117-ാമത് സൂക്തത്തിൽ 1-ാമത്തെ മന്ത്രമാണ്. നാവാ ദേവാഹ ക്ഷുധമിദ്വധം ദദുരുതാശിതമുപ ഗച്ഛന്തി മൃത്യവഃ ഉദോ രൈഃ പ്രണതോ നോപ ദസ്യത്യുതാ പ്രണന്മർഡിതാരം നവിന്ദതേ. ഋഗ്വേദം 10-ാം മണ്ഡലത്തില് 117:1. ഇനി ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്? ദേവന്മാർ വിശപ്പിനെ മാത്രമല്ല മരണമാക്കിയത്, അതായത് വിശപ്പ് കൊണ്ട് മാത്രമല്ല മനുഷ്യൻ മരിക്കുന്നത്, അതിഭോജനം മരണകാരണമാകുന്നു എന്നാണ്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഒരു കാര്യം വിചാരം, വിശപ്പ് കൊണ്ട് ആൾ മരിക്കും. വിശപ്പ് കൊണ്ട് ആളുകൾ മരിക്കുന്നതിനേക്കാൾ കൂടുതൽ മരിക്കുന്നത് അതിഭോജനം കൊണ്ടാണ്. കാരണം അതിഭോജനം എന്ന് പറയുന്നത് മരണത്തിൽ പല രോഗങ്ങൾ ഉണ്ടാക്കുകയും അത് മരണത്തിന് കാരണമാവുകയും ചെയ്യും എന്ന് നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നുണ്ട്. ഈ കാര്യമാണ് ഈ വേദമന്ത്രത്തിൽ പറയുന്നത്. ദാനം നൽകുന്നവന്റെ ധനം ഒരിക്കലും കുറയുന്നില്ല എന്ന് പറയുകയാണ്. ദാനം ചെയ്യാത്തവന് സുഖം ലഭിക്കുകയുമില്ല. അപ്പൊ ഈ ദാനം ചെയ്യുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? നോക്കൂ, നമുക്ക് കിട്ടുന്ന ധനം നമ്മളെ ആവശ്യത്തിന് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുക, ഉപയോഗിച്ച ശേഷം ബാക്കിയുള്ള. അതിനൊരു വ്യവസ്ഥയുണ്ട്. നമുക്ക് ദാനം കൊടുക്കാൻ സാധിച്ചാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ പരിവർത്തനമായിട്ട് വരും. എന്താണ് വരിക? സന്തോഷം തോന്നും. ഈ സന്തോഷം മതി ജീവിതത്തിന് ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനും കൂടുതൽ ധനം, ഐശ്വര്യം എന്നിവ വന്നു ചേരാനും. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.